മോങ്ങൽ മോദിയുടെ ബീഹാർ ബന്ദ് നാടകം പരിപൂർണ പരാജയത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ ഇടയിൽ BJPക്കെതിരെ വലിയ വികാരമുണർത്താൻ ഈ നാണംകെട്ട നാടകം കാരണമായി. അത് മാത്രവുമല്ല, മോദിയുടെ അമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞു നടത്തിയ ഈ മ്ലേച്ഛമായ നാടകത്തിൽ രാഹുൽ ഗാന്ധിയുടെ അമ്മയായ സോണിയാഗാന്ധിയെ പരസ്യമായി അപമാനിച്ച് BJPയുടെ പ്രവർത്തകൻ. ഇതോടെ മോദിയുടെ അമ്മയെ അപമാനിച്ചതിനെതിരെ നടത്തിയ ഈ നാടകം എത്രത്തോളം പൊള്ളത്തരം നിറഞ്ഞതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോങ്ങൽ മോദിയുടെ മോങ്ങൽ നാടകം ജനങ്ങളിൽ വലിയ വെറുപ്പാണ് ഉണ്ടാക്കിയത്. കൂനിന്മേൽ കുരു പോലെയാണ് ഇതിന്റെ പേരിൽ ബന്ദ് നടത്തിയത് പരിപൂർണ പരാജയമായി മാറുകയും ബീഹാറിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും BJPക്ക് എതിരാവുകയും ചെയ്തത്. ഇവിടെ BJPയുടെ രാജ്യസഭാ MP രവിശങ്കർ പ്രസാദ് ഈ ബന്ദിനെ കുറിച്ച് പറയുന്നത് കേട്ടുകൊള്ളൂ. हम इसकी बहुत ही भर्त्सना करते हैं, बहुत भर्त्सना करते हैं। इतनी बेशर्मी क्यों है कि आप प्रधानमंत्री की स्वर्गीय माता जी को गाली पढ़ते हैं और आपसे एक सॉरी शब्द नहीं निकलता। मैं चैलेंज करता हूं, राहुल गांधी आपको, तेजस्वी यादव और हमारा दूर का भी कार्यकर्ता होता ना, हम कार्रवाई करते क्षमा मांगते। ഞങ്ങൾ ഇതിനെ വളരെയേറെ വിമർശിക്കുന്നു. അയാൾ ഉദ്ദേശിച്ചത് മോദിയുടെ അമ്മയെ അപമാനിച്ചത് വളരെയേറെ വിമർശിക്കുന്നു എന്നാണ്. ഇത്രയേറെ നാണമില്ലായ്മ എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെ അപമാനിച്ച് സംസാരിച്ചിട്ട് ഒരു സോറി പോലും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നടപടിയെടുക്കും. उनकी मां पूर्व मुख्यमंत्री है ना जी, वो पॉलिटिकल बात है ना, तो हम गिनाएं क्या कि राहुल इन लोगों ने हमारे मोदी जी पर 107 गाली पड़ा था। ये कौन सी भाषा है? माँ का अपमान नहीं सहेगा हिंदुस्तान। അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, തേജസ്വി യാദവിന്റെ അമ്മയെ നിങ്ങൾ അപമാനിച്ചല്ലോ എന്ന്. അപ്പോഴുള്ള അയാളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് കേട്ടുകൊള്ളൂ. തേജസ്വിയുടെ അമ്മ മുൻ മുഖ്യമന്ത്രിയല്ലേ? മുൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അധിക്ഷേപ വാക്കുകൾ ചൊരിയാം എന്നാണ് ഇയാളുടെ പക്ഷം. അത് പൊളിറ്റിക്കൽ കാര്യമാണ്. അതായത് തേജസ്വി യാദവിന്റെ അമ്മയെ അപമാനിക്കുന്നത് രാഷ്ട്രീയപരമായ കാര്യമാണ്. എന്നാൽ ഏതോ ഒരു ടെമ്പോ ഡ്രൈവർ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഉൾപ്പെടുന്ന മുതിർന്ന നേതാക്കൾ ആരുമില്ലാത്ത സമയത്ത്, അവരുടെ റാലി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയ സമയത്ത് മോദിയുടെ അമ്മയെ അപമാനിച്ച് പറഞ്ഞതിന് ഉത്തരവാദി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണെന്ന്. അമ്മയെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കുകയില്ല എന്ന് പറഞ്ഞാണ് അയാൾ നിർത്തുന്നത്. എന്നാൽ തേജസ്വി യാദവിന്റെ അമ്മയെ അപമാനിക്കുന്നത് യാതൊരു കാരണവശാലും കുഴപ്പമുള്ള കാര്യമല്ല, അത് ന്യായീകരിക്കാവുന്ന കാര്യമാണ് എന്ന്. പിന്നീട് ഒരു ലേഖകൻ ഇയാളോട് ചോദിച്ചു, സോണിയാഗാന്ധിയെക്കുറിച്ച് മോദിയും പാർട്ടിയിലെ മറ്റു നേതാക്കളും അധിക്ഷേപ വാക്കുകൾ പറയുന്നതിനെ കുറിച്ച്. അപ്പോൾ അയാൾക്ക് മിണ്ടാട്ടമില്ലായിരുന്നു. എന്നാൽ അയാൾ പറയുന്നത് പാർട്ടിയുടെ നേതാക്കൾ പോയിട്ട് ഒരു ചെറിയ പ്രവർത്തകൻ പോലും ഏതെങ്കിലും അമ്മയെ അപമാനിച്ചാൽ നടപടിയെടുക്കും എന്നാണ്. ഇയാളും മോദിയും അമിത്ഷായും ഇവരുടെ ക്രിമിനൽ പാർട്ടിയിലെ മറ്റ് നേതാക്കളും പ്രവർത്തകരും ദിനം പ്രതി സോണിയാഗാന്ധിയെയും കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും വനിതാ നേതാക്കളെയും വൃത്തികെട്ട ഭാഷയിൽ അപമാനിക്കുന്നത് അയാൾക്ക് കുഴപ്പമില്ല. എന്നിട്ട് പറയുന്നത് ഒരു ചെറിയ പ്രവർത്തകൻ പോലും അമ്മമാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ നടപടിയെടുക്കുമെന്ന്. ഇയാൾ BJPയിലെ വലിയ നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, ഇപ്പോൾ രാജ്യസഭാ MP ആണ്. എന്നിട്ടും അയാളുടെ കൂടെ എത്ര പേരാണ് ഈ ബന്ദ് നാടകത്തിനുള്ളത് എന്ന് കണ്ടല്ലോ. 5-6 പിന്നാലെ എന്ന് പറഞ്ഞതുപോലെ 8-10 ആളുകൾ മാത്രമാണ് ഇത്ര വലിയ നേതാവ് ഈ ബന്ധുമായി അതിലേ പോകുമ്പോൾ കൂടെ കൂടുന്നത്. ഇയാൾ വിദ്യാഭ്യാസമുള്ള ആളാണ്, വക്കീലായിരുന്നു. അങ്ങനെയുള്ള ഇയാളുടെ ന്യായീകരണം കേൾക്കുമ്പോൾ 2 രൂപ സംഖ്യക്കൂലികളുടെ ന്യായീകരണം പോലെ തന്നെയാണ് എന്ന് വ്യക്തമായല്ലോ. ഇനിയാണ് ഈ ബന്ദിൽ ഒരു വിവരദോഷിയായ സംഘി സോണിയാഗാന്ധിയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്നത്. ഈ കൊടും ക്രിമിനൽ ആദ്യം ഒരു പ്രായം ചെന്നയാൾ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, അതും ആ സൈക്കിളിൽ ഇന്ത്യയുടെ പതാകയുമായാണ് യാത്ര ചെയ്യുന്നത്, ആ പ്രായം ചെന്ന മനുഷ്യനെ ചവിട്ടി നിലത്ത് വീഴ്ത്തുകയാണ്. സംഘികൾ എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലുകൾ ആണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവം. എന്നിട്ട് മാധ്യമപ്രവർത്തകൻ, താങ്കൾ എന്താണ് പ്രായം ചെന്ന ആളിനെ സൈക്കിളിൽ നിന്ന് ചവിട്ടി താഴെയിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അസൽ മോദിയുടെ മറുപടി പറയുന്നത് പോലെ തന്നെയാണ് मरबड़ी പറയുന്നത് अभी आप बुजुर्ग व्यक्ति थे, उनको साइकिल उठा के फेंक दिए। हम नहीं साइकिल उठा के फेंके, वो जबरदस्ती कर रहे थे, आप देखे हैं।
झूठा आरोप है। देखिए आपकी जबरदस्ती कर रहा है, बोल रहा है दुकान खोलने जा रहे हैं, बंद करने का आह्वान किया हुआ है 7 बजे से 12 बजे तक वो दुकान खोलने जा रहा है। तो गरीब आदमी दुकान नहीं खोलेगा, गरीब 12 बजे के बाद खोलेगा। ഞാൻ ചവിട്ടിയിട്ടതല്ല, മറിച്ച് ആ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന വയോധികൻ സ്വയം ചെയ്തതാണ് എന്ന്. അങ്ങനെ ചവിട്ടിയിടുമ്പോൾ അയാളുടെ ചെരുപ്പ് കൂടി ഊരിപ്പോകുന്നതും നമുക്ക് വ്യക്തമായി കാണാം. ആ പ്രായം ചെന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ്. ആ കട തുറക്കാൻ വേണ്ടിയാണ് സ്വന്തം സൈക്കിളിൽ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏക ജീവനോപാധി ഒരുപക്ഷെ മാസം ഏതാനും 1000 രൂപ മാത്രമായിരിക്കും അതിൽ നിന്ന് ഇയാൾ ഉണ്ടാക്കുന്നത്. ഈ പരമ ഡാഷ്മോൻ പറയുന്നത് സംഘികൾ ബന്ദ് ആഹ്വാനം ചെയ്തിട്ട് കട തുറക്കാൻ പോവുകയാണ്, 12 മണിക്ക് ശേഷം തുറന്നാൽ മതിയെന്ന്. ഇനിയാണ് സോണിയാഗാന്ധിക്കെതിരെയുള്ള ഇയാളുടെ വൃത്തികെട്ട ഹീനമായ അധിക്ഷേപ വാക്കുകൾ വരുന്നത്. सोनिया गांधी तो खुद की नेता है, भ्रष्ट है, बार बाला है। उनकी तुलना पर नरेंद्र मोदी की एक महिला के सम्मान में दूसरे को बार बाला बोल रहे हैं। बार बाला है तो बार बाला बोल रहे हैं, जबरदस्ती थोड़े बोल रहे हैं, दूसरे तीसरे को थोड़े बोल रहे हैं बार बाला। അവരുടെ നേതാവ് സോണിയാഗാന്ധി ബാർ ഡാൻസർ ആണ് എന്ന് പറയുകയാണ് അയാൾ. സോണിയാഗാന്ധിയെ മോദി അധിക്ഷേപിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇയാളുടെ ഈ മറുപടി വരുന്നത്. പിന്നീട് പറയുന്നത് സോണിയാഗാന്ധിയെ നരേന്ദ്രമോദിയുടെ അമ്മയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, മോദിയുടെ അമ്മയെ അപമാനിച്ചതിന് ബന്ദ് നടത്തുന്ന നിങ്ങൾ മറ്റുള്ളവരുടെ അമ്മയെ ബാർഗേൾ എന്ന് വിളിക്കുകയാണല്ലോ എന്ന്. ബാർഗേൾ ആയതുകൊണ്ടാണ് ബാർഗേൾ എന്ന് വിളിക്കുന്നത് എന്ന് മറുപടി. അപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ അയാളെ പിടിച്ചു മാറ്റുകയാണ്. तो महामानव की तरह देश में पूरे दुनिया में नाम रोशन किए हुए, उसको आप गाली दीजिएगा। पूजनीय व्यक्ति को गाली दे रहे हैं और उसको सोनिया गांधी से तुलना कर रहे हैं। മോദി വിശ്വഗുരുവാണ്. അത്തരത്തിലുള്ള ഒരു വിശ്വഗുരുവിന്റെ വിശ്വ അമ്മയെ സോണിയാഗാന്ധിയുമായി എങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കും? सोनिया गांधी और मोदी जी की माँ में कोई तुलना नहीं है। कोई तुलना नहीं है। सोनिया गांधी तो खुद की नेता है, भ्रष्ट है, बार बाला है। उनकी तुलना पर नरेंद्र मोदी की एक महिला के सम्मान में दूसरे को बार बाला बोल रहे हैं। बार बाला है तो बार बाला बोल रहे हैं, जबरदस्ती थोड़े बोल रहे हैं, दूसरे तीसरे को थोड़े बोल रहे हैं बार बाला। बार बाला रही है। സോണിയാഗാന്ധി മോദിയുടെ അമ്മയുമായി തുലനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ലേഖകൻ ചോദിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു തരത്തിലും തുലനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ് ബാർഗേൾ ആണെന്ന്. उस बार वाला नहीं डालिएगा, काट दीजिएगा। काट देंगे और क्या ये बोल रहे हैं कि सही बात है कि बार बाला नहीं बार बाला है ये तो गलत है नहीं। जो हम बोले हैं वो आप അവിടെ നിന്ന പാർട്ടിയുടെ മറ്റു പ്രവർത്തകർ പിന്നീട് ഈ പത്രപ്രവർത്തകനോട് യാചിക്കുകയാണ്, ദയവായി സോണിയാഗാന്ധിയെ ബാർഗേൾ എന്ന് വിളിക്കുന്നത് കട്ട് ചെയ്ത് കളയണമെന്ന്. ഈ സംഘികളുടെ എല്ലാം സംസ്കാരം ഇങ്ങനെയാണ്. വിവരവും വിദ്യാഭ്യാസവും ബോധവുമില്ലാത്ത മതവിദ്വേഷം നിറഞ്ഞ മോദി അവർക്ക് ദൈവമാണ്, വിശ്വഗുരുവാണ്. എന്നാൽ വിവരവും വിവേകവും സംസ്കാരവുമുള്ള സോണിയാഗാന്ധി അവർക്ക് അമ്മയല്ല, മറിച്ച് ബാർഗേളാണ്. ഉന്നതമായ മൂല്യങ്ങളും ബൗദ്ധിക നിലവാരവുമുള്ള രാജീവ് ഗാന്ധി എന്ന മനുഷ്യൻ സോണിയാഗാന്ധിയെ ഇഷ്ടപ്പെടണമെങ്കിൽ, അവരോട് സ്നേഹം തോന്നിയെങ്കിൽ എത്ര മികച്ച വ്യക്തിത്വം ആയിരിക്കണം സോണിയാഗാന്ധി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച വനിതകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മാതാവായ സോണിയാഗാന്ധി. നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും വിവേകത്തിലും അറിവിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അവരുടെ അമ്മയുടെ ജീനാണ്. വളരെയേറെ റിസർച്ചുകൾ അനുസരിച്ച് ഒരു കുട്ടിയുടെ കഴിവും സ്വഭാവവും മറ്റെല്ലാ ഗുണങ്ങളും 70% അധികം വരുന്നത് അമ്മയിൽ നിന്നാണ്. സോറി പിതാക്കന്മാരെ, നിങ്ങൾ എത്ര മികച്ച വ്യക്തികൾ ആണെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ കഴിവിലും സ്വഭാവത്തിലും നിങ്ങളുടെ സ്വാധീനം 30% താഴെയാണ്. അതായത് സോണിയാഗാന്ധിയുടെ ഉന്നത വ്യക്തിത്വത്തിൽ നിന്നുമാണ് രാഹുലും പ്രിയങ്കയും ഇത്ര വിവേകമുള്ളവരും സംസ്കാരമുള്ളവരും കമ്പാഷനുള്ളവരും ആയി മാറിയത്. സംഘികൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അവർ വാട്സാപ്പിൽ കണ്ടതുപോലെ സോണിയാഗാന്ധി ബാർ ഡാൻസർ ആയിരുന്നു എന്നാണ്. എന്നാൽ ഇതിൽ 1% പോലും വാസ്തവം ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ ബന്ദിലെ രസകരമായ ചില ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലിരുന്ന് ടെലികോൺഫറൻസിലൂടെ മോദി കരച്ചിൽ നാടകം നടത്തിയപ്പോൾ വേദിയിലിരുന്ന് കരഞ്ഞ് നാടകം കളിച്ചയാൾ. വിദ്വേഷ പ്രചാരണത്തിൽ മോദിക്കൊപ്പം നിൽക്കുന്ന ആൾ തന്നെയാണ് ഇയാൾ.
ഇയാളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പ്ലാക്കാർഡിൽ എഴുതിയിരിക്കുന്നത് ഞാനും അമ്മയാണ് എന്ന്. ഇയാൾ എന്നാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്ത് സ്ത്രീയായി മാറിയത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ എഴുതിയിരിക്കുന്നത് വായിക്കാനുള്ള വിവരം ഒരുപക്ഷെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ അമ്മയാണ് എന്ന് പറയുന്ന പ്ലാക്കാർഡ് ഇയാൾ പിടിച്ചിരിക്കുന്നത്. ഇത് വേറൊരു മുതിർന്ന പൗരനായ BJP പ്രവർത്തകൻ അതേ ബാനർ പിടിച്ചിരിക്കുന്നു. അദ്ദേഹവും അമ്മയാണ് എന്ന് പറഞ്ഞ്. യുവാക്കളായ സംഘികൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് ഇവിടെ ഈ ചെറുപ്പക്കാരനായ വിവരമില്ലാത്ത സംഘി പിടിച്ചിരിക്കുന്ന പ്ലാക്കാർഡ് തെളിയിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ബീഹാർ ബന്ദ്, അമ്മേ നിങ്ങളുടെ ബഹുമാനത്തിനായി ബീഹാറിലെ പെൺകുട്ടികളും തെരുവിൽ എന്ന്. താഴെ ഇത് NDA മഹിളാ മോർച്ച ബീഹാറിന്റെ വകയായിട്ടുള്ള പ്ലാക്കാർഡാണ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബീഹാറിലെ മഹിളാ മോർച്ചയുടെ ആളുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടല്ലോ അല്ലേ? വനിതകളായ സംഘികളെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇവനൊന്നും സ്കൂളിൽ പോയിട്ടില്ല, ഹിന്ദി പോലും എഴുതാൻ പോയിട്ട് വായിക്കാൻ പോലും അറിയില്ല. അല്ലെങ്കിൽ സ്വയം അപമാനിതനായി ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുമോ? എന്നിരുന്നാലും സംഘികൾ എങ്ങനെയുള്ളവരാണ് എന്ന് വ്യക്തമായി കാണിച്ചു തന്നതിന് നിങ്ങൾക്ക് വലിയ നന്ദി പറയുകയാണ് മന്ദഭക്ത. നന്ദി.